സാറേ, ഷെയ്ഖ് ഹസീനയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി അവർ തന്നെയാണ് എന്നാണ് തസ്ലീമ നസ്രിൻ. നമുക്കറിയാം, ലജ്ജ എന്ന നോവൽ എഴുതി ബംഗ്ലാദേശിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയായിരുന്നു. അവർക്ക് അവസാനം അഭയം കൊടുത്തത് ഇന്ത്യയാണ്. ലോകപ്രശസ്തയായ എഴുത്തുകാരിയാണ് തസ്ലീമ നസ്രിൻ, ബംഗ്ലാദേശുകാരിയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് അന്ന് 99 അവർ പുറത്താക്കപ്പെട്ടതിന് ശേഷം അമ്മയെ കാണാൻ വേണ്ടി അവർ ബംഗ്ലാദേശിൽ ചെല്ലാൻ ആഗ്രഹിച്ച സമയത്ത് അന്ന് അമ്മയെ കാണാൻ സമ്മതിക്കാതെ അവരാരെയാണോ, അതായത് ഷെയ്ഖ് ഹസീന ആരെയാണോ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചത്, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചു, തീവ്ര നിലപാടുള്ള അത്തരം ആളുകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചു. അവർ തന്നെയാണ് ഇന്ന് ഈ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് കാരണക്കാരായിട്ടുള്ളത്. അതിൻ്റെ ആത്യന്തികമായി ഷെയ്ഖ് ഹസീന തന്നെയാണ് അവരുടെ പതനത്തിന് ഉത്തരവാദി എന്നാണ് തസ്ലീമ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് ഒരിക്കലും പാകിസ്ഥാൻ പോലെ ആകരുത്, പട്ടാള ഭരണം ഉണ്ടാകാൻ പാടില്ല എന്ന് തസ്ലീമ പറഞ്ഞു. 1994 അവർക്ക് ബംഗ്ലാദേശ് വിടേണ്ടി വന്ന ആ പുസ്തകത്തിൻ്റെ പേരിൽ. അല്ല, അപ്പോൾ അതിന് കാര്യമൊന്നുമില്ല. കാരണം ഇവരുടെ അമ്മേനെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചു. ബംഗ്ലാദേശെ സംബന്ധിച്ചിടത്തോളം ഇവർ നാഷണൽ എനിമിയാണ്. ആര്? ഈ തസ്ലീമ നാഷണൽ എനിമിയാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. അതിന് ബംഗാൾ പ്രൊഡോമിനൻ്റ് ഈസ് ആൻ ഇസ്ലാമിക് കൺട്രി, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ബംഗ്ലാദേശിനെ മോശമാക്കുന്ന രീതിയിൽ നിങ്ങൾ ബംഗ്ലാദേശുകാരുടെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിച്ചു. ബംഗ്ലാദേശിനെ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ അവരെ നാണം കെടുത്തുന്ന രീതിയിലാണ് ആ പുസ്തകം. സംഭവം റിയാലിറ്റിയൊക്കെയാണ്, സത്യമാണ്. പക്ഷേ എന്താണ് പ്രശ്നം? അങ്ങനെ വന്നത്. അപ്പോൾ അതൊരു അവരെ ഒരു നാഷണൽ എനിമി ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പം നമ്മളിപ്പം ഇവിടെ ഞാനാണിപ്പോൾ പ്രധാനമന്ത്രി എന്ന് വിചാരിച്ചോ. ഒരു പ്രധാനമന്ത്രി വിചാരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും റാഡിക്കൽ സെക്കുലർ ലൈനിൽ പോകാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെക്കുലർ ലൈൻ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നെഹ്റുവിനൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു പരിധി കൂടുതൽ നമുക്ക് പറ്റില്ല. നെഹ്റുവിൻ്റെ സമയത്ത് നെഹ്റുവിൻ്റെ സ്വഭാവം അനുസരിച്ച് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ എങ്ങനെ അമ്മയ്ക്കും, പക്ഷേ നെഹ്റു സമ്മതിക്കണ്ടായി. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ, ഈ പറയുന്ന ക്രിസ്ത്യാനിയല്ല, പെന്തക്കോസ്തുകാർ നോർത്ത് ഈസ്റ്റിൽ ശക്തമായ സാന്നിധ്യമായി മാറിയത്. നെഹ്റുവിൻ്റെ രീതി അനുസരിച്ച് ഒരു വളരെ സെക്കുലറിസ്റ്റാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? നെഹ്റു അതിന് കണ്ണടയ്ക്കാൻ പറ്റിയ വഴിയില്ല. അതുപോലെ ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പട്ടാളത്തെയും ഈ പറയുന്ന മതരാഷ്ട്രവാദികളെയും അവിടെയുള്ള തീവ്രദേശീയവാദികളായ BNP പാർട്ടിയെയും എല്ലാം ഒതുക്കി നിർത്തണമെങ്കിൽ വളരെ റാഡിക്കലായി പോയാൽ പറ്റില്ല. അതേസമയം തന്നെ അവർ ഒതുക്കി പിന്നെ എന്താണ് നമ്മൾ അവരെ മൂക്കുകയും വേണം. അപ്പോൾ അതിന് തസ്ലീമനെ അന്ന് അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് അവിടെ നടന്ന കലാപം അന്ന് ഉണ്ടാവുകയായിരുന്നു. ഇത്തിരി സമയം പോലും കിട്ടില്ലായിരുന്നു. അത് ഇവർ മനസ്സിലാക്കണം. അവർ പരമാവധി ആ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിനൊരു മതേതര മോഹം നൽകാൻ നോക്കിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ പലരും ചോദിക്കുന്നുണ്ട് അത് മതരാഷ്ട്രമായി ആക്കി മാറ്റി പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. എനിക്കറിയില്ല അതേപ്പറ്റി. അവരേതായാലും ഭരണഘടന അല്ല അതിന് മുമ്പ് ഇർഷാദ് അത് മതരാഷ്ട്രമാക്കി മാറ്റി പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമാണ്, അവർ ഭരണഘടന ചില ടേംസ്, മതപരമായ ചില ടേംസ് ഒക്കെ എടുത്തു മാറ്റി എനിക്കറിയാം. അത് ഫ്രണ്ട്ലൈൻ ആർട്ടിക്കിൾ ഉണ്ടായതുകൊണ്ട് അവർ വന്ന ഉടനെ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒന്നാക്കിയത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആ സമയം ആകുമ്പോഴേക്ക് ആ രാഷ്ട്രം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ചിന്താഗതി, ഇസ്ലാമിക് ചിന്താഗതി ശക്തമായി അവിടെ പിന്നെ രൂഢമൂലമായിരുന്നു. അതുകൊണ്ട് അവർക്ക് തട്ടം മാറ്റി അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ രൂഢമൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഈ റാഡിക്കൽ ഷിഫ്റ്റ് കൊണ്ടുവന്ന ഇന്ന് കടന്നത് അന്ന് സംഭവിക്കുകയായിരുന്നു. അതൊക്കെ അവർ തന്ത്രപരമായി അതൊക്കെ ഒഴിവാക്കിയതാണ്. അതിനവരെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അത് ഈ ആയ്മയ്ക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അതിനവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല. അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ മോഡി വിചാരിച്ചാൽ പോലും നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ നയത്തിൽ വലിയ പൊളിച്ചെഴുത്ത് പറ്റില്ല. കാരണം അങ്ങനെ പൊളിച്ചെഴുത്ത് വേറെ റിപ്പർക്കഷൻസ് വരും. അതുകൊണ്ടാണ് ആ രീതിയിൽ പോകാത്തത്. വളരെ ഘട്ടം ഘട്ടമായി പല സ്ഥലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ളൂ. അതായത് പലരും പറഞ്ഞ പോലെ മോഡി റാഡിക്കലായി ഷിഫ്റ്റ് കൊണ്ടുവന്നോ? ഇല്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ പലരും ആഗ്രഹിച്ച പോലെയുള്ള റാഡിക്കൽ ഷിഫ്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വന്നില്ല. ഇപ്പോൾ പലരും പറയുന്നത് ഈ ചെറിയ മാറ്റങ്ങളെയാണ് ആളുകൾ പർവ്വതീകരിച്ചെന്ന വലിയ ഫാസിസം എന്ന് പറയുന്നത്. അതങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം അവർ സത്യത്തിൽ ഈ പറയുന്ന ഒരു ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷനെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവർ വളർത്തിക്കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് കാരണം ഇങ്ങനെയുള്ള വിഷങ്ങളെ നേരിടണമെങ്കിൽ അപ്പുറത്തൊരു വിഷം അതിനെ നേരിടാനുള്ള ഒരു സാധനം ആൻറ്റി വെനം ഉണ്ടാകുന്ന വിഷത്ത് തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വെനത്തിനെ ഇങ്ങനെയുള്ള ആളുകളെ പെട്ടെന്നൊന്നും നമുക്ക് ബോധവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വെനം തന്നെ ഉണ്ടാക്കി വെക്കുക, ആൻറ്റി വെനം എന്ന രീതിയിൽ. ആ രീതിയിൽ അവരുണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഒരു ഭരണാധികാരിക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ റാഡിക്കലായിട്ടൊന്നും ഭരണാധികാരിക്ക് പോകാൻ പറ്റില്ല. ഇപ്പം ഞാനോ നിങ്ങളോ ആയാൽ പോലും പറ്റില്ല. ഈ പറഞ്ഞ സ്ത്രീ ആയാലും പറ്റില്ല. അതിന് ഒരു 2 ആഴ്ച ഭരിക്കുള്ളായിരുന്നു.
ആയിരുന്നുവെങ്കിൽ ലിസ്ട്രോസിനെ കണ്ടല്ലോ, അവർ ഈ പറയുന്നതിൻ്റെ സുനക്കിനെ പോലെ ഡിപ്ലോമാറ്റിക് ആയില്ല. പ്രതിസന്ധി വന്നപ്പോൾ അവർ പെട്ടെന്ന് രാജിവെച്ചു. അത് വേറെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നമാണ്. അപ്പം ഭരണാധികാരിക്ക് അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ മോഡി തന്നെ നോക്കും, പ്രധാനമന്ത്രി ആയതിനു ശേഷം. മുമ്പ് തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ സമയത്ത് വളരെ റാഡിക്കലായിട്ട് പലതും പറയുന്നു. പ്രധാനമന്ത്രി ആയതിനു ശേഷം വളരെ സൂക്ഷിച്ചേ പറയാറുള്ളൂ. അതിൻ്റെ റിപ്ലിക്കേഷൻ അതൊക്കെ നമുക്കെതിരായിട്ട് വരും എന്നുള്ളതുകൊണ്ടാണ്. ആ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അവരതിനുള്ളിൽ നിന്നുകൊണ്ട് അതിനെ എങ്ങനെ മതേതരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പരമാവധി ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ശ്രമത്തെ പോലും അവസാനം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരിപ്പം അവർക്കെതിരായിട്ട് അവർ രാജ്യത്തെ തിരിച്ചത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ ബംഗ്ലാദേശ് വിമോചന സമരം നടക്കുമ്പോൾ പാകിസ്ഥാൻ സേനയാണ് അവിടെ എല്ലാ തോന്നിയാസം കാണിച്ചു കൂട്ടിയത്. ബംഗ്ലാദേശികൾ അടിച്ചമർത്തുകയായിരുന്നു. അതൊന്നും ഈ പുതിയ ജനറേഷൻ അറിയില്ലെന്ന്. കേരളത്തിലെ ന്യൂ ജനറേഷൻ മുസ്ലിങ്ങളെ പോലെ, മുസ്ലിം പയ്യന്മാരെ പോലെയാണ്. അവർക്ക് ഹിസ്റ്ററി എന്താണെന്ന് അറിയില്ല. സാമൂതിരിയും മറ്റേ നമ്മളെ മുസ്ലിം അറബികളായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല. ഇതൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ നോക്കുമ്പോൾ പലസ്തീനിലെ മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളും. ഈ സാക്കിർ നായിക്കിന്റെ പ്രശ്നം കേട്ട് അവരങ്ങനെ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുക. എല്ലാവരും എല്ലാം പ്രശ്നത്തിലാണ്. അതേക്കാട്ട് കഷ്ടം അവിടുത്തെ സ്ഥിതി. അവിടെ വിമോചന സമയം എന്താണെന്ന് ഇവർക്ക് അറിയില്ല. അന്നുണ്ടായ പാകിസ്ഥാൻ സൈന്യം കാണിച്ചു വിട്ട വികൃതികൾ അവർക്ക് അറിയില്ല. വികൃതികളുടെ തോന്നിയാസങ്ങൾ അറിയില്ല, ക്രൂരതകൾ അറിയില്ല. ഇതൊക്കെ അന്ന് ഇന്ത്യ ചെയ്ത ഉപകാരം അറിയില്ല, മറന്നുപോയി. പുതിയ ജനറേഷൻ വന്നാൽ അവർക്ക് അത് പഠിപ്പിച്ചില്ല. ഇൻ ബിറ്റ്വീൻ മുജീബ് റഹ്മാൻ്റെ മരണം തൊട്ടിട്ട് ഷെയ്ഖ് ഹസീന വരുന്ന വരെ സമയത്ത് അവിടെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. ആ സമയത്ത് ജനിച്ച പിള്ളേരാണ്. അവർക്ക് ഹിസ്റ്ററി അറിയില്ല, മാത്രമല്ല അവർക്ക് ഇസ്ലാമാണ് പ്രധാനം. അപ്പോൾ ഇസ്ലാമാവും പ്രധാനം. പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണ്, അവർക്ക് പാകിസ്ഥാനോടാണ് താല്പര്യം. പിന്നെ അമേരിക്ക എന്നൊന്നും അവർക്ക് അറിയുന്നില്ല. പിന്നെ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് എന്താണ്? ഇസ്ലാമിക രാജ്യ സ്ഥാപനമാണ്. ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പം ഗ്ലോബലി ഇസ്ലാമിൻ്റെ ഒരു ഹെഡ് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പം പറയാം. സലഫീസത്തെക്കാട്ടും ജമാഅത്ത് ഇസ്ലാമിയാണ്, ഇസ്ലാമിക് ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമിയും കൂടിയാണ് ഗ്ലോബൽ ഇസ്ലാമിക് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല തോന്നുന്നുണ്ട്. ഖത്തറിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇതിൻ്റെ പിന്നിൽ. പല സ്ഥലത്തും അവർ പല രൂപം കൈക്കൊള്ളും. മനസ്സിലായില്ലേ? ബംഗ്ലാദേശ് അവരുടെ കയ്യിലാണ്, പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് കയ്യിലായിട്ടില്ല, അത് അവർ കയ്യിലാക്കും. അങ്ങനെ ഒരു ഇസ്ലാമിക് ഇവാഞ്ചലിസം എങ്ങനെയാണ് പോർച്ചുഗൽ പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ പിന്നെ റീകോൺഗസ്റ്റ് പുനർ കീഴടക്കലുണ്ടല്ലോ സ്പെയിനിൻ്റെ, അത് നടപ്പിലാക്കി. അതുപോലെ ലോകത്തിൻ്റെ ഒരു ഇസ്ലാമിക് റീകോൺഗസ്റ്റ് അല്ലെങ്കിൽ കോൺഗസ്റ്റ് സാധ്യമാക്കുക, ഇതാണ് അവന്മാരുടെ ലക്ഷ്യം. അതിന് അമേരിക്ക പക്ഷേ ഈ പൂച്ച എലീനെ ഇട്ട് കളിപ്പിക്കുന്ന പോലെ അവന്മാരെ അത് അവർക്ക് അറിയുന്നില്ല. അല്ലെ അവർ വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പൂച്ചേനെ അടിച്ചിട്ട് പോകാമെന്നാണ്. അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് പ്ലാൻ. ഇങ്ങനെയുള്ള പ്ലാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഇന്ത്യനെ നാണം കെടുത്തുന്ന രീതിയിൽ പരാമർശമൊക്കെ ഉള്ള ഒരു പുസ്തകം എഴുതിയ ഒരാളാണ്, നമ്മുടെ നാട് എടുത്ത ഒരാളാണ്. നമ്മൾ തിരിച്ചുകൊണ്ടുവരും. യെച്ചൂരി പ്രധാനമന്ത്രിയെ തിരിച്ചുകൊണ്ടുവരും. പറ്റില്ല. ഇന്ത്യ ഇളകും. സോണിയാഗാന്ധി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ആകാതിരുന്നത്? അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുകയായിരുന്നു. BJP ശക്തമായ പ്രക്ഷോഭത്തിൽ കോപ്പ് കൂട്ടിയിരുന്നു. മൊത്തം അവർ ഒറ്റ തീരുമാനത്തിലൂടെ കാറ്റയച്ചു വിട്ടു. അല്ലെങ്കിൽ BJP ഇന്ത്യയുടെ രാഷ്ട്രീയം വേറെ നയമാകുകയായിരുന്നു. പെട്ടെന്ന് തന്നെ BJP എന്ന അധികാരത്തിൽ വരും. മോഡി ഒരുപക്ഷെ പ്രധാനമന്ത്രി ആവില്ലായിരുന്നു. പ്രമോദ് മഹാജന മറ്റേ പ്രധാനമന്ത്രി ആവുകയായിരുന്നു. അല്ലെങ്കിൽ സുഷമ സ്വരാജ് പ്രധാനമന്ത്രി, അഡ്വാനി പ്രധാനമന്ത്രി ആവുകയായിരുന്നു. മോഡി ഒരുപക്ഷെ ആ ടോപ്പ് ലെവൽ ലീഡർഷിപ്പിൽ പിന്നെ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഇലക്ഷനിൽ മോഡി പ്രധാനമന്ത്രി ആവുകയായിരുന്നു. അതായിരുന്നു ആ സമയം. അതുപോലെ ഒരു സ്ട്രാറ്റജിക്കൽ നീക്കമാണത്. അതൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെയാണ് ഈ പറയുന്ന വലിയ വിപ്ലവകാരികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ മണ്ടത്തരം എന്ന് പറയും. ഇവർ പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണല്ലോ ഇപ്പോൾ ഇവരെ പുറത്താക്കാനുള്ള സമരം. അപ്പോൾ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇസ്ലാമിസ്റ്റുകൾ കടന്നു കൂടിയിട്ടുണ്ടെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന. അല്ല, അതുണ്ടല്ലോ, അതൊക്കെ നമുക്കറിയാതെ. വിദ്യാർത്ഥികൾ നിങ്ങൾ ഈ വലിയ മാറ്റം കൊണ്ടുവന്നത് അതൊക്കെ യൂറോപ്പിലൊക്കെ ഇവർ നിയന്ത്രിക്കുകയാണല്ലോ. വിദ്യാർത്ഥികൾ ആരും നിയന്ത്രിക്കുന്നുള്ള. യൂറോപ്പിലൊക്കെ വലിയ ക്യാമ്പസ് വിപ്ലവമൊക്കെ കൊണ്ടുവന്ന സമയത്ത് അത് നിയന്ത്രിച്ചിരുന്ന റിബലുകളും കമ്മ്യൂണിസ്റ്റുകാരും. ഇവർ രണ്ടുപേരും സെക്കുലറിസ്റ്റുകളാണ്. ഇറാനിൽ അതിനെ നിയന്ത്രിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ, ഇസ്ലാമിസ്റ്റുകളായിരുന്നു. വിപ്ലവം കഴിഞ്ഞ ഉടനെ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തം കൊണ്ട് ഇസ്ലാമിസ്റ്റുകളായി കൈയടക്കി. അറബ് സ്ട്രീറ്റ് ഇസ്ലാമിക് ബ്രദർഹുഡാണ്. അതുകൊണ്ടാണ് അവിടെ മോർസി അധികാരത്തിൽ വന്ന ഉടനെ കോപ്റ്റിക് ക്രിസ്ത്യൻസ്, ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ, അവരെ ഭീകരമായിട്ട് അവർ വേട്ടയാടപ്പെട്ടു. മനസ്സിലായോ? അപ്പം ഈ വിദ്യാർത്ഥികൾ എന്ന ഈ ഭാഗത്തിന് അവർക്ക് ആരാണ് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നത്? അവരാണ് സ്വാധീനിക്കുന്നത്. അവർ ഫോഴ്സ് കുതിര മാത്രമാണ്. കുതിരയെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണ്. അല്ലെങ്കിൽ അവരൊരു ഹമ്മർ പിന്നെ SUV ആണ്. ആ ഹമ്മർ ഓടിക്കുന്ന മറ്റവനാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹുജി പോലുള്ള ആളുകളൊക്കെ ആയിരിക്കും, ഇസ്ലാമിസ്റ്റുകളായിരിക്കും, തീവ്ര ഇസ്ലാമിസ്റ്റുകളായിരിക്കും. അപ്പോൾ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ വലിയ വിദ്യാർത്ഥി അയക്കുന്ന മണ്ടന്മാരാണ് ബേസിക്കലി. ഈ മണ്ടന്മാരെ നിയന്ത്രിക്കുന്നത് ഒന്നുകിൽ അവർ നമ്മുടെ കേരളത്തിന് വലിയ പ്രശ്നമല്ല, പൊളിറ്റിക്കൽ പാർട്ടീസാണ്. പക്ഷേ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇത്തരം തീവ്രവാദ എലമെൻറ്റുകളാണ്. അതുകൊണ്ട് എനിക്കിതൊരു യുവാക്കൾ വിദ്യാർത്ഥികൾ മാറ്റം കൊണ്ടുവരുമെന്നൊക്കെ പറയും. യൂറോപ്പിൽ മാറ്റം കൊണ്ട് അവർ സോഷ്യലിസ്റ്റ് ചിന്താഗതിയാലും ലിബറലിസത്താലും സ്വാധീനിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് സോളിഡാരിറ്റി മൂവ്മെൻറ്റ്. ഇവിടുത്തെ സോളിഡാരിറ്റി അല്ല,
പിന്നെ സോവിയറ്റ് സാറ്റലൈറ്റ് സോളിഡാരിറ്റി മൂവ്മെൻ്റ് ഒക്കെ വന്നത് അങ്ങനെയാണ്. അത് ഒരു സെക്യുലർ ലിബറൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഇതേ സാധനം തന്നെയാണ് മത തീവ്രവാദികൾ സ്വാധീനിക്കുന്നത് പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, നമ്മുടെ കാശ്മീരിൽ. അപ്പോൾ അവരാരാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. കാരണം ഇവർക്ക് ജീവിത പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഭയങ്കര കുറച്ചൊക്കെ സാവേജുമായിരിക്കും. കാരണം ഇവർക്ക് അത്ര ജീവിത പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളല്ലേ, അവരെന്ത് ചെയ്യും? അവർ മുൻപ് ചിന്തി ഇപ്പോൾ 50 വയസ്സുള്ളവർ അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ എന്തും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് ഒരു ജീവിത പരിചയം ഉണ്ടാവും. ഒരുപാട് ഉയർച്ചയും താഴ്ചയും വിപ്ലവകാരികളെയും പ്രതിവിപ്ലവകാരികളെയും എല്ലാം അയാൾ കണ്ടിട്ടുണ്ടാവും. ഇവരത് കാണില്ല. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നതിലെ യുവാക്കൾ എന്ന് പറയുന്ന ഇപ്പോൾ അറബ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ലോകത്തെ പിന്നോട്ടടിക്കുന്ന നെഗറ്റീവ് ചിന്താഗതിയാണ്. ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക, അത് പിന്നെ അവസാനം താലിബാനിസത്തിലേക്ക് പോകും. അതിൻ്റെ എൻഡ് താലിബാനിസമാണ്. ഇവർ പറയുന്ന ഇസ്ലാമിക രാജ്യം പ്രവാചകൻ്റെ ഇസ്ലാമിക രാജ്യം എന്നല്ല. അത് അവസാനം പ്രവാചകൻ്റെ വീക്ഷണങ്ങളെയും ഖുർആനൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഇരുണ്ട യുഗത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതിൽ നിന്നൊക്കെ ക്രിസ്ത്യാനിറ്റി രക്ഷപ്പെട്ട് വന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ. ആ ഇരുണ്ട യുഗത്തിൽ നിന്ന് ഇവർക്ക് ഇരുണ്ട യുഗത്തിലേക്ക് പോകണം, അതിനുള്ള ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിച്ച, ലോകത്തിന് ഭ്രാന്ത് പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ്. അവരെ അതിബുദ്ധിശാലികളായ കുറേ ആളുകൾ അവരെ ഉപയോഗപ്പെടുത്തുന്നു. അത് അമേരിക്കയാണ്. പിന്നെ ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ മെയിൻ പ്ലെയർ അമേരിക്കയാണ്. ബിഗ് ബോസ് അമേരിക്കയാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.